നമസ്കാരം. അവസാനം ഏറെ കൊട്ടിഘോഷിച്ച് ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കാൻ കാരണമായ BJP കാരണമായ അയോധ്യ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ BJPയിൽ വൻ വിള്ളലുണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നുകൊണ്ടിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന UPയുടെ മുഖ്യമന്ത്രിയും അതേപോലെ നരേന്ദ്രമോദിയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥ് അയോധ്യ ക്ഷേത്രത്തിൽ നടന്ന വൻ കൊള്ളയ്ക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അവിടെ കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നോമിനികളായ ആളുകളെയാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ട് അയോധ്യ കൊള്ളയിൽ കൃത്യമായി നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഏറ്റവും പുതിയ വിവരപ്രകാരം അവിടുത്തെ ഇതിൻ്റെ എല്ലാ ഉത്തരവാദികളായ ആളുകളെ അറസ്റ്റ് ചെയ്യാനും അറസ്റ്റ് ചെയ്ത ആളുകളെല്ലാം സംഘപരിവാറിൻ്റെ ശക്തരായ ആളുകളാണെന്നും അവർ കാരണമാണ് ഇതെല്ലാം ഉണ്ടാക്കി തീർത്തതെന്നുമുള്ള കൃത്യമായ ഒരു അജണ്ടയാണ് യോഗി ആദിത്യനാഥ് നടത്തുന്നത്. യോഗി ആദിത്യനാഥിൻ്റെ യാതൊരു താല്പര്യവും സംരക്ഷിക്കാതെയാണ് കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ഇവിടെ അയോധ്യയുടെ മേൽനോട്ടക്കാരായി RSSൻ്റെ നേതാക്കന്മാരെ നിയമിച്ചത്. ചമ്പൽ റായ് അടക്കമുള്ള ആളുകളുടെ പേരിൽ കേസെടുത്തു കഴിഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏകദേശം 20,000 കോടി രൂപയുടെ വൻ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് BJPയുടെ നേതൃത്വത്തിൽ അമിത്ഷായുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വന്ന ശേഷം BJPക്കുള്ളിൽ വന്ന ഏറ്റവും വലിയ വിള്ളലാണ് ഈ പറയുന്ന അയോധ്യ ക്ഷേത്രത്തിലെ തട്ടിപ്പ്. നമ്മൾ ശബരിമല തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെതിരെ തിരികുകയും പിണറായി വിജയനെതിരെ ചവിട്ടി പുറത്താക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കാണുമ്പോൾ, എന്നാൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അധികാരത്തിൽ വന്ന, വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ശ്രീരാമൻ്റെ പേര് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ പ്രചരണം നടത്തുകയും ബാബറി മസ്ജിദ് പൊളിച്ചെടുക്കുകയും അതിൻ്റെ പേരിൽ ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാവുകയും സാമുദായിക ധ്രുവീകരണം ഉണ്ടായി അതിൻ്റെ പേരിൽ ഭരണത്തിലെത്തുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. അതിൻ്റെ കാരണം കൊണ്ട് മാത്രം വളർന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. അല്ലെങ്കിൽ 3 സീറ്റിൽ മാത്രം ഒതുങ്ങിയിരുന്ന പാർട്ടിയെ ഭരണത്തിലെത്തിക്കുന്നതിൽ ഈ അയോധ്യ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല BJP. അങ്ങനെയുള്ള BJPക്ക് ഇപ്പോൾ അടി കിട്ടിയിരിക്കുന്നത് അയോധ്യ ക്ഷേത്രത്തിലെ വൻ കൊള്ളയാണ്. അവിടെ ഭക്തന്മാർ കൊടുത്ത വെള്ളി, സ്വർണം, വജ്രം, പണം ഇതൊക്കെ അടിച്ചെടുത്തു എന്നുള്ളതാണ് കൃത്യമായി ആരോപണം. CCTV അടക്കം മറച്ചു വെച്ച് ഇതിൽ ചമ്പൽ റായ് അടക്കമുള്ള ആളുകളുടെ അതിൻ്റെ പ്രധാനപ്പെട്ട ആളായ ചമ്പൽ റായ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ വൻ കൊള്ള നടന്നു. അതെല്ലാം RSSൻ്റെ പ്രമുഖരായ സംഘപരിവാറിൻ്റെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രമുഖരായ ആളുകളാണ് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത്. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാനെത്തിയ ഈ സാധന സാമഗ്രികളെല്ലാം വളരെ തന്ത്രമായി ഇവിടുന്ന് അടിച്ചെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിന് സ്ഥിരീകരിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ തെളിവുകൾ പുറത്തു വന്നപ്പോൾ അതിനെതിരെ ശക്തമായി നടപടിയെടുക്കാൻ യോഗി ആദിത്യനാഥ് തയ്യാറായതിന് കാരണം യോഗി ആദിത്യനാഥിനെ തഴഞ്ഞുകൊണ്ടുള്ള ചില നടപടികൾ കേന്ദ്രത്തിൽ നിന്നുണ്ടാവുകയും ആ തഴഞ്ഞതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ശക്തമായ വിരോധമുണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥ് ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പുറത്ത് കൊണ്ടുവരുന്നതിൽ തന്നെ ആ വിശ്വ ഹിന്ദു പരിഷത്തിനെ കൊണ്ട് പ്രസ്താവന പുറപ്പെടുവിക്കുകയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതും യോഗി ആദിത്യനാഥാണ്. കേസെടുപ്പിച്ചത് യോഗി ആദിത്യനാഥാണ്. അതിനർത്ഥം അത് നരേന്ദ്രമോദിക്കുള്ള ഒരു വലിയ തിരിച്ചടിയായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി മൗനിയായി മാറിയിരിക്കുന്ന അയോധ്യ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ ഫൈസലാബാദ് എന്ന് പറയുന്ന സീറ്റിൽ നിന്ന് നരേന്ദ്രമോദി ജയിച്ചത് വളരെ ആദ്യ 5 റൗണ്ടിൽ പിന്നിൽ പോയിട്ടാണ്. അതിനുശേഷമാണ് മറികടന്നിട്ട് അദ്ദേഹം ജയിച്ചു പോയത്. അപ്പോൾ വാരാണസിയിൽ ആദ്യ 5 റൗണ്ട് അദ്ദേഹം പിന്നിലായിരുന്നു. ഇപ്പോൾ UP BJPക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായിട്ടാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയും അതേപോലെ അഖിലേഷ് യാദവും SP നേതാവ് അഖിലേഷ് യാദവും രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ അവിടെ ആ സ്ഥലം സന്ദർശിക്കാനെത്തിയ ആളുകളെ അവിടെ തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്ന്, അതായത് UP
കോൺഗ്രസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അയോധ്യ സന്ദർശനത്തിന് എത്തിയ ആളുകളെയെല്ലാം തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയോടെ വരുമ്പോൾ ഇത് ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് യോഗി ആദിത്യനാഥ് ശ്രമിക്കുന്നത്. അത് എങ്ങനെയും വിവാദം ആളിക്കത്തിക്കുക, കെട്ടടക്കുകയല്ല വേണ്ടത്. ഇത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചാലേ അത് ആളിക്കത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതോടെ ഇത് ആളിക്കത്തിക്കുക, അങ്ങനെ ഇന്ത്യയിൽ BJP നരേന്ദ്രമോദിയുടെയും അതേപോലെ അമിത്ഷായുടെയും പേരും പ്രശസ്തിയും തകർക്കുക, അയോധ്യയിലൂടെ BJPക്ക് ഉണ്ടായിരുന്ന ഭരണം പിടിച്ചെടുത്ത നടപടി തിരിച്ചടിയായി അതേ നാണയത്തിൽ കൊണ്ട് തന്നെ തിരിച്ചടിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. അയോധ്യ സന്ദർശിക്കുന്ന പ്രതിപക്ഷത്തുള്ള പ്രമുഖരായ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ അവിടെ വെച്ച് തടങ്കലിൽ വയ്ക്കുകയും അത് വലിയ വാർത്തയാക്കുകയും അതുവഴി വിവാദം കത്തിക്കുകയും എന്നുള്ള കൃത്യമായ ലക്ഷ്യമാണ് യോഗി ആദിത്യനാഥിനുള്ളത്. നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥുമുള്ള പോരാട്ടം ഈ വരാൻ പോകുന്ന UP ഇലക്ഷനിലും ഈ വരാൻ പോകുന്ന മഹാരാഷ്ട്ര ഇലക്ഷനിലും വലിയ തോതിൽ തിരിച്ചടിയായി മാറുമെന്നുള്ള ഇപ്പോൾ ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ശിവസേനയായിരുന്നു ഏറ്റവും അയോധ്യ പൊളിക്കുന്നതിൽ, അതായത് അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിൽ മുന്നിൽ നിന്നിരുന്നത്. ഇപ്പോൾ ആ ശിവസേനയാകട്ടെ BJPയുടെ കൂടെയാണ്. അവരാണ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന മഹാരാഷ്ട്രയിൽ ഭരിക്കുന്നത്. ആ മഹാരാഷ്ട്രയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ഇപ്പോൾ ശ്രമിക്കുക. അവരും ഇപ്പോൾ അയോധ്യയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അയോധ്യ തന്നെ അവസാനം തിരിച്ചടിയായി മാറുന്ന BJP തിരിച്ചടിയായി മാറുന്നു. അതായത് എന്തുകൊണ്ടാണ് BJP ഇവിടെ വളർന്നത്, എങ്ങനെയാണ് BJP ഉത്ഭവം ചെയ്തത്, ആ BJPക്ക് ഇപ്പോൾ അതേ അയോധ്യ തന്നെ രാമഭൂമി തന്നെ വലിയ തോതിൽ തിരിച്ചടിയായി മാറുകയും വടക്കേ ഇന്ത്യയിൽ അത് വലിയ വിള്ളലുണ്ടാക്കുകയും അതുവഴി വടക്കേ ഇന്ത്യയിൽ BJPക്ക് ഉണ്ടായിരുന്ന മേൽക്കൈ ഇതോടുകൂടി നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള നിഗമനത്തിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകർ എത്തിയിരിക്കുന്നത്. എന്തായാലും അയോധ്യ ഇപ്പോൾ നേരത്തെ ശ്രീരാമ ജന്മഭൂമി BJPക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നെങ്കിൽ ഇപ്പോൾ BJPക്ക് ഏറ്റവും തലവേദനയായി മാറിയിരിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് അയോധ്യ. എന്തായാലും നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് അയോധ്യയായിരിക്കും കാരണം എന്നുള്ളതായിരിക്കും വിലയിരുത്തുന്നത്. അതായത് ഇപ്പോൾ BJPക്കുള്ളിൽ വലിയ BJP ഇപ്പോഴുള്ള MP-മാരുടെ ഇടയിൽ വലിയ വിള്ളലുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. അതായത് വിള്ളലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏകദേശം 60ഓളം MP-മാർ ഇപ്പോൾ BJP നരേന്ദ്രമോദിക്കെതിരെ നീങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ഉത്തർപ്രദേശിൽ നിന്നുള്ള MP-മാരും അതേപോലെ ബീഹാറിൽ നിന്നുള്ള MP-മാരും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ചില MP-മാരും ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ രൂപത്തിൽ നീങ്ങുന്നു. മധ്യപ്രദേശിൽ നിന്നുള്ള 10ഓളം MP-മാരാണ് ഈ നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോൾ ഈ നീക്കത്തിൽ യോഗി ആദിത്യനാഥ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും ഇത് വലിയ തലവേദനയാണ്. ഇത് കീറാമുട്ടിയായി പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് പ്രശ്നം ആളിപ്പടരുന്നു. നേരത്തെ ശബരിമലയൊക്കെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ഒരു സംഭവമായിരുന്നു. അതിലപ്പുറത്തേക്കൊരു വളർന്നിരുന്നില്ല. BJPക്ക് യാതൊരു ഗുണവും കിട്ടിയില്ല, കോൺഗ്രസിനാണ് ഗുണം കിട്ടിയത്. ഇവിടെ കോൺഗ്രസ് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ തിരിച്ചു വരാൻ എല്ലാ സാധ്യതയും അരങ്ങൊരുക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിശകലനം. നന്ദി, നമസ്കാരം.